ഗായിക ശ്യാമയുടെ കൊലപാതകം. അതെ, ഈ നിമിഷം മുതൽ അത് അന്വേഷിക്കുന്നത് നമ്മുടെ അണ്ടർ കവർ ടീമായിരിക്കും. ഇനി നിന്റെ ജീവിതം മുഴുവൻ സന്തോഷായിരിക്കുന്നു പറഞ്ഞതല്ല അച്ഛൻ. എന്നിട്ടവിടെ അച്ഛൻ പൂജിക്കുന്ന, ഞാൻ പ്രാർത്ഥിക്കുന്ന, എന്റെ അമ്മ ആരാധിക്കുന്ന ദൈവം എന്തെങ്ങനെ കാണിച്ച? മനുഷ്യരായ നമുക്ക് ഒരു മരണത്തെക്കുറിച്ച് വിലയിരുത്താനുള്ള യഥാർത്ഥ കഴിവൊന്നുമില്ല മോളെ. നിന്നെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ഒന്നും കിട്ടുന്നില്ലല്ലോ അച്ഛനും അമ്മയ്ക്കും. എന്തൊരു സന്തോഷത്തിലായിരുന്നു അമ്മയെന്നറിയോ? കടമകളൊക്കെ തീർത്ത് വിദേശത്തേക്ക് പോകുന്നു. കുറെ നാള് കഴിഞ്ഞിട്ട് ഞാനും വരണം അങ്ങോട്ടേക്ക് ചെല്ലുന്നു. പഴയ കാര്യങ്ങളൊന്നും അറിയാതെ കുറച്ചു നാൾ അവിടെ ജീവിക്കണം, അത് അമ്മ പറഞ്ഞു. പക്ഷെ അവര് പോയി, എന്നേക്കുമായിട്ട് പോയി. ആരുടെ കുഴപ്പം, ആരുടെ ശാപം, ആരുടെ ശത്രുതയാ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ അമ്മയില്ലാത്ത ഈ ലോകത്ത് എനിക്ക് ജീവിക്കണമെന്നില്ല വരും. എനിക്ക് എന്തെങ്കിലും പറ്റിയാ മതിയായിരുന്നു. ചതിച്ചവരാരായാലും അവർക്ക് ശ്യാമാമ്മയുടെ എന്നൊരു അമ്മയോ തന്നെ പോലെ ഒരു മകളെയോ മനസ്സിലാക്കാനുള്ള കഴിവില്ല. നിങ്ങളുടെ സ്നേഹം തിരിച്ചറിയാനുള്ള ബോധമില്ല. അല്ലെങ്കിൽ ചെയ്യില്ലായിരുന്നു, ഒരിക്കലും ചെയ്യില്ലായിരുന്നു. ദുർഗ, താന്ന് റിലാക്സ് ചെയ്യ്. ജോർജ് സാറാ? ഹലോ സാർ. ഹലോ ദുർഗ, വേറെ അറിയൂ? ഹോസ്പിറ്റലിലാണ് സാർ, കിരണിന്റെ അടുത്ത്. ഓ, അയാൾ ഓക്കെ ആണോ? ഓൾമോസ്റ്റ്. അല്ല ജഡി, ഞാനിപ്പോ CMന്റെ ഓഫീസിൽ നിന്ന് വന്നതേ ഉള്ളൂ. CM വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം നമ്മുടെ ടീമിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. പറഞ്ഞോളൂ സാർ. ഗായിക ശ്യാമയുടെ കൊലപാതകം. അതെ, ഈ നിമിഷം മുതൽ അത് അന്വേഷിക്കുന്നത് നമ്മുടെ അണ്ടർ കവർ ടീമായിരിക്കും. ആൻഡ് യു മസ്റ്റ് ലീഡ് ദ ടീം. ഓക്കെ സാർ. ഞാനേ കേസിന്റെ ഡീറ്റെയിൽസ് മെയിൽ ചെയ്യാം. യു ഗോ ത്രൂ ദാറ്റ്. സാർ, ആക്ച്വലി ഈ ടീമില് കിരൺ കൂടെ ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷെ ഇപ്പോ അയാളുടെ ആരോഗ്യസ്ഥിതി അതിന് പറ്റുന്നതല്ലോ. സാർ, കിരൺ ഇവിടുന്ന് ഡിസ്ചാർജ് ആയ ഉടനെ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആണോ? അയാൾക്കൊന്ന് ഫോൺ കൊടുത്തേ. ഓക്കെ സാർ. സംസാരിച്ചു. ഹലോ സർ. ഹായ് കിരൺ, ഹൗ ആർ യു? ഐ എം ഫൈൻ സർ. ഓക്കെ, ടേക്ക് റെസ്റ്റ്. പിന്നെ ദുർഗയെ ഞാനൊരു ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ്. ഗായിക ശ്യാമയുടെ കൊലപാതകത്തിന്റെ അന്വേഷണം. സർ, എനിക്കും കൂടി ടീമിലുണ്ടായ കൊള്ളാമെന്ന ആഗ്രഹമുണ്ട്. ഹൗ കിരൺ?
തനിക്കിപ്പോൾ റെസ്റ്റ് എടുത്തല്ലേ പറ്റൂ. നോ പ്രോബ്ലം സർ. ഡ്യൂട്ടിയിലിരിക്കുമ്പോൾ എത്രയോ പ്രശ്നങ്ങളായിരുന്നു. നമ്മളതൊക്കെ ഫേസ് ചെയ്യുന്നില്ലേ? ഐ ക്യാൻ ഫേസ് ഇറ്റ് സർ. ഓക്കെ, താൻ കോൺഫിഡൻ്റ് ആണെങ്കിൽ തൻ്റെ ആഗ്രഹം ഞാൻ അംഗീകരിക്കുന്നു. ദെൻ യു ക്യാൻ ജോയിൻ ദ ടീം. താങ്ക് യു സർ. സർ, ആ ജഡി, അയാൾ പറഞ്ഞു കേട്ടല്ലോ. സോ അയാളെ കൂടെ ടീമിലേക്ക് ഇൻക്ലൂഡ് ചെയ്തോളൂ. Then you must start today itself. Ready? Within 24 hours, CMന് തൃപ്തികരമായ ഒരു മറുപടി നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിരിക്കണം. Look, I believe you. ഓക്കെ സർ. സാറിന്റെ വാക്ക് ഞങ്ങൾ പാലിച്ചിരിക്കും. സർ, പിന്നെ ഡോക്ടറുടെ പെർമിഷൻ? ആ, ഓക്കെ സർ. Best wishes, our JD team. ആ, ഡോക്ടറെ ജോർജ് സാർ വിളിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യം പോകേണ്ടത് രാധികയുടെ അടുത്തേക്കാ. അല്ല സാർ, ഇല്ല സാർ, ഇവിടെ ആള് കുറവാണ്. ആരെയും അറിയിച്ചിട്ടില്ല. സാറിന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നോണ്ടാ ബോഡി വിട്ടുകൊടുത്തത്. ഓക്കെ സാർ, കഴിഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്തോളാം. എത്ര വലിയ ആളായിരുന്നു ശ്യാമ. അവരുടെ അന്ത്യയാത്ര പോലും ഇങ്ങനെ ആയിപ്പോയല്ലോ മോനെ. ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ബോഡി വിട്ടുതരാനുള്ള സമ്മതം കിട്ടിയത്. കൊന്നവർ നിസ്സാരമായ ഒരു ജീവൻ അങ്ങെടുത്തു. ഒരു നാട് മുഴുവൻ സ്നേഹിക്കുന്ന വ്യക്തിയാ, ആരാധിക്കുന്ന വ്യക്തിയാ. അവർക്ക് പകരം വെക്കാൻ എന്താ ഉള്ളത്? വരുൺ, എത്രയും പെട്ടെന്ന് ചടങ്ങുകൾ പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. വരുൺ, CMന്റെ പ്രത്യേക താല്പര്യപ്രകാരമാണ് ബോഡി വിട്ടുകിട്ടിയത്. ന്യൂസ് തൽക്കാലം പുറത്തു വിട്ടിട്ടില്ല. ന്യൂസ് പോയാലേ ജനക്കൂട്ടം ഇരമ്പി എത്തും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന്. അതിനാണ് സാർ ശ്രമിക്കുന്നത്. രാധികയാണ് ചിതയ്ക്ക് തീ കൊളുത്തുന്നത്.